നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പത്മ ടീച്ചർ ഒന്ന് അടുക്കള കയറട്ടെ. അടുക്കളയിൽ നിന്ന് അവന്റെ മനസ്സിലോട്ട് പിന്നെ കയറാനാണോ പ്രയാസം? അമ്മാവനെ സഹായിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. ഇടയിൽ എങ്ങനെ അയാൾ കയറിയല്ലേ, ഞാൻ വെച്ചതും തിളപ്പിച്ചതും ഒക്കെ എടുത്ത് അയാളുടെ തലയിൽ കൂടെ ഒഴിക്കും. അയ്യോ, നീ എന്തൊക്കെയാ പറയുന്നത്? അയൽപ്പക്കാരാവുമ്പോ ചെറിയ സഹായമൊക്കെ ചെയ്യേണ്ടി വരും. അമ്മാവൻ വന്ന് വിളിച്ചിട്ടല്ലേ, ഒന്ന് കൂടെ ചെല്ല്. ഹരിക്കല്ലല്ലോ വെച്ചുണ്ടാക്കുന്നത്, വരുന്ന ഗസ്റ്റിനല്ലേ. അതെ, ഒന്ന് വാ മോളെ. ശരി, ഞാൻ വരാം. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം അയാളുടെ ഭാഗത്തു നിന്നുണ്ടായാലേ ഞാൻ കറുക്കത്തി എടുത്ത് അയാളുടെ പൊള്ളക്കി കയറ്റും. സമ്മതിച്ചോ? അതെങ്ങനെ ഞാൻ സമ്മതിച്ചിരുന്നേ മോളെ? കത്തിയൊന്നും വേണ്ട. എന്തെങ്കിലും വിഷയം ഉണ്ടായ മോളിങ്ങോട്ട് പോന്നോളൂ. ശരി, ഞാൻ വരാം. പൊയ്ക്കോളൂ, അവള് വന്നോളൂ. മോളെ, ഓ ശരി. ഓർക്കുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങള് നമുക്ക് ചെയ്യേണ്ടി വരില്ലേ ജീവിതത്തില്, അങ്ങനെ കൂട്ടിയാ മതി. ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെയാണല്ലോ ഈ കിടന്ന് അനുഭവിക്കുന്നത്. പത്മ ടീച്ചർ ഒന്ന് അടുക്കള കയറട്ടെ. അടുക്കളയിൽ നിന്ന് അവന്റെ മനസ്സിലോട്ട് പിന്നെ കയറാനാണോ പ്രയാസം? വീണയിരിക്കൂ. വീണ, ഓഡീഷനില് താൻ നന്നായി പെർഫോം ചെയ്തു. തനിക്ക് നല്ല ഗ്രേസ് ഉണ്ട്, നല്ല ഫ്യൂച്ചറും. താങ്ക് യു സർ. അടുത്ത ദിവസം തന്നെ നമുക്ക് ആഡ് ഷൂട്ട് ചെയ്യണം. ആസ് എ ഡയറക്ടർ വീണയുടെ പെർഫോമൻസിന് ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഇൻഡസ്ട്രിയിലെ ചില കാര്യങ്ങൾ വീണ ഉൾക്കൊണ്ടേ പറ്റൂ. വീണ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ ആളുകൾ അത് ആഘോഷിക്കും. നമ്മൾ വന്ന വഴിയോ ആ വഴിയിലുണ്ടായിരുന്ന കല്ലുകളും മുള്ളുകളും അതൊന്നും അവർക്ക് തടസ്സമാവില്ല. വീണയുടെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കറിയാം. കുടുംബം വിട്ടിറങ്ങിയ ഏതൊരാളിനും മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ വളരുക എന്നുള്ളതാണ്. സോ നമ്മുടെ വളർച്ചയിൽ മറ്റൊരാൾ വിട്ടുവീഴ്ച ചെയ്യില്ല, നമ്മൾ തന്നെ ചെയ്യണം. ഞാൻ ഉദ്ദേശിക്കുന്നത് വീണയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? സർ, ഞാൻ ഒരുപാട് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും എന്റെ പെർഫോമൻസ് മോശമായിരുന്നില്ല. മറ്റുള്ള ഡയറക്ടർമാരും അത് തന്നെ പറഞ്ഞേ. പക്ഷേ മറ്റു ചില ഡിമാൻഡ്സ്, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതിവിടെയും സംഭവിക്കും. തീരുമാനം വീണയുടേതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറന്നു കളയാവുന്ന ചില ദിവസങ്ങൾ ഒരുപക്ഷെ എന്നെന്നും ഓർമ്മിക്കാവുന്ന ഒരു ജീവിതം നമുക്ക് തരും. ഇതിൽ കൂടുതൽ ഇനി വീണയോട് വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. വീണയ്ക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. സാറ് പറഞ്ഞതൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാ. ഞാൻ ഉപേക്ഷിച്ചു പോന്നവര് എന്നെ മോശമായിട്ടുള്ളൊരവസ്ഥയിൽ കാണാൻ പാടില്ല. സാറ് പറയുന്ന ഏത് കണ്ടീഷനും ഞാൻ ഓക്കെയാ. എനിക്ക് തോൽക്കാൻ പറ്റില്ല സർ.
ഒരു സംശയമില്ലാതെ ഞാൻ പറയാം, വീണ യു ആർ സെലക്ടഡ്. എന്റെ അടുത്ത ആഡ് ചെയ്യുന്നത് വീണ തന്നെയായിരിക്കും. അടുത്ത ഒരു പരസ്യം മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടും. വീണയ്ക്ക് മുകളിലേക്ക് കയറി വരാൻ ഞാനൊരു ഗോവണി വെച്ചിട്ടുണ്ട്. വീണയ്ക്കത് യൂസ് ചെയ്യാം. താങ്ക് യു സർ. അപ്പൊ ഓക്കെ. ഓക്കെ സർ. അമ്മാവൻ കലക്കുകയാണല്ലോ, നല്ല മണം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അമ്മാവനൊരു 1.5 കുക്ക. നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.